ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഫ്രീലാൻസ് ആയിട്ടും അതുപോലെ തന്നെ ഈ ഓഫീസിലൊക്കെ പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഈ ക്ലയൻസുമായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ലീഡ്സിൻ്റെ കാര്യമാണേലും അത് ഭയങ്കര വിറ്റാണ് കേട്ടോ. ലീഡ്സ് ഈ ക്ലയൻസ് ചുമ്മാ ലീഡ്സ് ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവർക്ക് അത്രയും പൈസ ഇറക്കാൻ ഉണ്ടാകത്തില്ല. ലീഡ്സ് ഒരു 100 ലീഡ്സ് വേണം. എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ക്ലയൻസ്, ഞാൻ ക്ലയൻസിനോട് പറയുന്നത്, ബിസിനസ് ചെയ്യുന്ന ക്ലയൻസിനോടാണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഈ നിങ്ങൾ നോർമലി ഒരു കേരളത്തിൽ മൊത്തം ഈ ഫ്ലെക്സ് അടിച്ചോ അല്ലെങ്കിൽ നോട്ടീസ് വിതരണം ചെയ്തോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടി എത്ര രൂപ ആവുമെന്ന് അറിയോ? ഈ നോർമലി ഈ പത്രത്തിലൊക്കെ പരസ്യം ഇടാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഒരു കോളത്തിലൊക്കെ പരസ്യം ഇടാൻ വേണ്ടിയിട്ട് അവർ വാങ്ങിക്കുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ 1 ഡേയിലോട്ട് 2 lakh rupees അടുത്തൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഓക്കെ, ആ ഒരു സ്ഥാനത്താണ് ഇവർ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വെച്ചിട്ട് വെറും 10,000 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് റൺ ചെയ്യുന്നത് ഈ അഡ്വർടൈസ്മെന്റ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് വളരെ ഒരു 10-1 പോലും എമൗണ്ട് യൂസ് ചെയ്യുന്നില്ല ഈ ഒരു ഓൺലൈൻ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട്. ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല ലീഡ്സ്, അത് ഇനീഷ്യൽ ടൈമിൽ ഒരു 3 മാസത്തേക്ക് ഒരു ലീഡ്സും പ്രതീക്ഷിക്കാതെ അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ പിന്നെ ബിസിനസ്സും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ചില ബിസിനസ് അത്യാവശ്യം നല്ല ഈ ഫ്ലാറ്റും മറ്റ് റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിന് ഈ ലീഡ്സ് കിട്ടുക എന്ന് പറയാൻ വളരെ കഷ്ടമാണ്. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, വളരെ നാരോ കസ്റ്റമേഴ്സാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം ചെറിയ എന്താ പറയുക, ചെറിയ ഐറ്റംസ് ഉണ്ടല്ലോ, ഗ്രോസറി ഐറ്റംസ്, അതൊക്കെ വിൽക്കുകയാണെങ്കിൽ ഓക്കെ, അത്യാവശ്യം ആൾക്കാർ വാങ്ങിക്കും. വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടേ ഉള്ളൂ. മനസ്സിലായി? ആ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ എലമെന്റ്സും സ്റ്റാറ്റിസ്റ്റിക്സും വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു എമൗണ്ട് ആണെങ്കിലും കൺവേർഷൻ ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ചിന്തിക്കുക. ഇത് മറ്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.